ഹായ്, കൂടെയുള്ളത് ഒരു ഫ്യൂച്ചർ NITN ആണ്. ഈ കഴിഞ്ഞ JEE മെയിനിൽ 96% വാങ്ങിയിട്ട് NIT അഡ്മിഷൻ ഉറപ്പ് വരുത്തിയ സൈലത്തിൻ്റെ ധീര ബാച്ച് സ്റ്റുഡൻ്റ് ആയ ഹസിലാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന കുട്ടിയാണ്. അപ്പോൾ അവൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി കേൾക്കേണ്ടതാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ എല്ലാ എക്സാമും കഴിഞ്ഞിട്ട് അവനെ വിളിച്ചു വരുത്താം എന്ന് കരുതിയിട്ടാണ് ലേറ്റ് ആക്കിയത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവൻ്റെ കീം എക്സാം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അവിടുന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. ഓക്കെ, ഹലോ ഹസിൻ. ഹായ്. തുടങ്ങാം. നമുക്ക് സിമ്പിൾ ചോദ്യം. +2 എത്ര മാർക്ക് ഉണ്ടായിരുന്നു? +2 ഒരു ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഒരു 5 മാർക്ക് പോയിട്ടുള്ളൂ. 5 മാർക്ക് പോയിട്ടുള്ളൂ. നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റത്തെ ഒരു മാസം ഇരുന്ന് പഠിച്ചതാണ്. ഞാൻ അങ്ങനെ ഫസ്റ്റ് 1ാം ക്ലാസ് മുതൽ അങ്ങനെ പഠിച്ചിരുന്ന ഒരാളല്ല. അല്ല, +1 +2 മാത്രമാണ് നന്നായിട്ട് പഠിക്കണം തോന്നിയത് അല്ലേ? ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വർഷം അത് ഫസ്റ്റ് ടൈം കഴിഞ്ഞ സമയത്ത് JEEക്ക് എത്ര പെർസെന്റേജ് ഉണ്ട്? അത് എനിക്ക് 70% ഉള്ളൂ. അന്ന് എനിക്ക് JEE എന്താന്ന് അറിയില്ല. വെറുതെ പോയിട്ട് എഴുതിയ. അപ്പൊ എന്തായാലും +2 അത്യാവശ്യം മാർക്കുള്ള ഒരു കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ JEEക്ക് 70 അല്ലല്ലോ വേണ്ടേ? ഈ +2 JEE നല്ല വ്യത്യാസമുണ്ട്. ഞാൻ സ്റ്റേറ്റ് സിലബസ് പഠിച്ച ഒരാളാണ്. അതിന് എക്സാമിന് ജസ്റ്റ് ആ ഒരു മാസം, ഞാൻ പറഞ്ഞില്ല, ഒരു മാസം പഠിച്ചാൽ മതി. പക്ഷെ JEEക്ക് അങ്ങനല്ല. അത് ആ സ്റ്റേറ്റിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ സ്റ്റേറ്റിന് നല്ല മാർക്ക് കിട്ടും. പക്ഷെ JEEക്ക് അങ്ങനല്ല. JEE എക്സാം എഴുതിയപ്പോഴാണ് മനസ്സിലായത് JEE കുറച്ച് ലെവലുള്ള എക്സാം ആണ്, നമ്മളോട് കഴിയോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ പിന്നീടാണ് +2 കഴിഞ്ഞ സമയമാണ് JEEനെ കുറിച്ച് അറിയുന്നത്, NITനെ കുറിച്ചൊക്കെ അറിയുന്നത്, അതിന്റെ ക്യാമ്പസും പ്ലേസ്മെന്റിനെ കുറിച്ചൊക്കെ അറിയുന്നത് അല്ലേ? റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് ഓൺലൈൻ സെലക്ട് ചെയ്യാനുള്ള കാരണം? ഞാൻ +1 ഓഫ്ലൈൻ ക്ലാസ്സിന് പോയിരുന്നു. വീടിൻ്റെ അടുത്തുള്ള ട്യൂഷന് പോയിന്. അപ്പോൾ എനിക്ക് ഓഫ്ലൈൻ ക്ലാസ് അത്ര ഒന്ന് കംഫർട്ടായി തോന്നിയില്ല. അപ്പോൾ ഞാൻ +1 ലാസ്റ്റിൽ ഓൺലൈൻ ക്ലാസ് സൈലത്തിന് കുറച്ച് കണ്ടു നോക്കി. അതെനിക്ക് എക്സാമിന് നല്ല ഉപകാരപ്പെട്ടു. അങ്ങനെ ഞാൻ +2 ഓൺലൈൻ സൈലത്തിൽ ചേർന്ന്. അപ്പോൾ അങ്ങനെ നല്ല മാർക്ക് കിട്ടി. അപ്പം മനസ്സിലായി അല്ലേ? ഓൺലൈനാണ് നല്ലത്. അതിൽ ഫിറ്റായി നിൽക്കുന്നത് ഓൺലൈനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവില്ലേ, ഓൺലൈൻ ഒന്നും പഠിച്ചുകൊണ്ട് ഇത്രയും JEE പോലെ ടഫസ്റ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞത് അവര്? ഓൺലൈനാണോ ഇജ്ജ് പഠിക്കോ, ഓൺലൈൻ നമുക്ക് കഴിയോ, അങ്ങനെ ഒരാൾക്കാർ ചോദിച്ചു. അപ്പൊ അതിന് ഇപ്പൊ എന്ത് തോന്നുന്നു? എനിക്ക് ഓൺലൈനാണ് കുറച്ചുകൂടി കംഫർട്ട്. എന്റെ ഇഷ്ടമുള്ള ടൈമിന് പഠിക്കാം. ചിലപ്പോ ഉച്ചക്കൊക്കെ പഠിക്കാൻ, രാവിലെ പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്കങ്ങനെ. അപ്പൊ എനിക്ക് കംഫർട്ട് ഏത് ടൈമിലും പഠിക്കാനുള്ളതാണ് ഓൺലൈൻ ചൂസ് ചെയ്തത്. അതായത് ഓരോരുത്തർ ആൾക്കാർക്ക് ഓരോ സമയത്താണ് പഠിക്കാൻ മൂഡ് വരിക അല്ലെ? ചില ആൾക്കാർ രാവിലെ വരെ രാത്രി പഠിക്കുന്ന ഒരാളാണ് അല്ലെ? ചില ആൾക്കാർ ടൈം ടു ടൈം പഠിക്കുന്ന ആൾക്കാർ. അപ്പം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഷെഡ്യൂൾ മാറ്റിയെടുക്കാം അല്ലെ? അതാണ് അതിൽ കണ്ട ഒരു പോസിറ്റിവിറ്റി അല്ലെ? അപ്പോൾ അതിൽ ഇപ്പം ഇവിടെ ധീര ബാച്ചിൽ ജോയിൻ ചെയ്തു അല്ലെ? അപ്പോൾ ജോയിൻ സമയത്ത് അതിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം എങ്ങനെയായിരുന്നു ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ? ക്ലാസ് ആദ്യം എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നി. കാരണം എനിക്ക് ഈ +1 +2 കൺസെപ്റ്റ് അങ്ങനെ അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിച്ചത് ലാസ്റ്റ് ഒരു മാസം എക്സാമിന് വേണ്ടി എന്തൊക്കെ സാധനം അങ്ങനെ പഠിച്ചതാണ്. കൺസെപ്റ്റ് കറക്റ്റ് എന്താ അറിയില്ല. അപ്പൊ ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് റെഡിയായി വന്നേ. നമുക്ക് JEEക്ക് ആവശ്യമുള്ളത് കൺസെപ്റ്റ് വൈസുള്ള സാധനം. അപ്പൊ ഞാൻ പഠിച്ച സാധനം ഒന്നുകൂടി ധീര ബാച്ചിലെ ഡീറ്റെയിൽ ക്ലാസ് ഉണ്ടെങ്കിൽ, നല്ല കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ടെങ്കിൽ, അപ്പൊ അത് നോക്കി അങ്ങനെ പഠിച്ചു. കൺസെപ്റ്റ് ഒക്കെ അന്ന് എനിക്ക് എന്താണെന്ന് അറിയാത്ത കൺസെപ്റ്റ് ഞാൻ പഠിച്ച സാധനം 2 കൊല്ലം ഇരുന്നല്ലോ. ആ 2 കൊല്ലം ഇരുന്ന സാധനം ധീര ബാച്ച് വന്നിട്ട് കിട്ടി. അപ്പോഴാണ് അറിയുന്നത് ഈ സാധനമൊക്കെ അന്ന് ഉണ്ടെന്ന് അറിയുന്നത്. കുറെ സംഭവങ്ങൾ നമ്മൾ എക്സാമിന് കാണാതെ പഠിച്ച് എഴുതുന്ന സ്റ്റേറ്റ് സിലബസ് ആണ് ഞാൻ. അപ്പൊ കാണാതെ പഠിച്ച് എഴുതുന്നതിനുള്ള ഉപരി, അതായത് ഒരേ പാറ്റേൺ ക്വസ്റ്റ്യൻ പഠിച്ചതിലുപരി കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റി അല്ലേ? ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സഹായിക്കുമായിരുന്നു? ഹെൽപ്ഫുൾ ആയിരുന്നു? ടീച്ചേഴ്സ് ഒക്കെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളൊരു 12 മണിക്കായാലും റഫീഖ് സാറോട് ഒരു ലൈറ്റ് ആയിട്ട് എന്ത് ഡൗട്ട് ചോദിച്ചാലും സാർ അപ്പൻ ഉണ്ടാവും, അല്ലെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് സാർ അതിന്റെ റിപ്ലൈ ഉണ്ടാവും. ആ ഡൗട്ട് ആണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ സാറ് പറഞ്ഞു തരും. ഒരുപാട് കുറെ സാർ ആൻസർ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ? ടീച്ചേഴ്സൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പൊതുവെ ഓൺലൈനിൽ പഠിക്കുന്ന കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസ്ട്രാക്ഷൻസ് വരും, അല്ലെങ്കിൽ മറ്റേ ഡീവിയേറ്റ് ചെയ്ത് പോകും.
അല്ലെ? പൊതുവെ നമ്മൾ പറയാ സെൽഫ് മോട്ടിവേറ്റഡ് ആയ കുട്ടികൾക്കാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ്. അപ്പോൾ എന്തായിരുന്നു അസിലിന്റെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു? എന്റെ കാര്യത്തിൽ ആദ്യമൊക്കെ ഞാൻ നമ്മളെ എത്ര നമ്മൾ പഠിക്കാന്ന് വെച്ചാലും ചെറിയപ്പോ ഞാൻ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ കണ്ട് കുറേ ടൈം പോകും. അങ്ങനെ ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഡിലീറ്റ് ആക്കി നമ്മളെ തന്നെ നോക്കാന്നാണ്. അങ്ങനെ ഉറപ്പാണെങ്കിൽ മാത്രമാണ് ഓൺലൈൻ ബാച്ച് ഇരുന്നാൽ മതി. എന്നിട്ട് ഞാൻ അങ്ങനെ കൺട്രോൾ ചെയ്ത് ഇൻസ്റ്റാഗ്രാം ഫോണൊക്കെ എടുത്ത് വെച്ച്. അതായത് നമ്മളെ തന്നെ നോക്കുകയാണെങ്കിൽ, അതായത് പിന്നെ നമ്മളെ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നില്ല എന്ന് ഉറപ്പുണ്ട് എങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓൺലൈൻ ക്ലാസ് ആണ്. അതിന്റെ എന്തായിരുന്നു ഇപ്പം അതിൽ ചൂസ് ചെയ്യാനുള്ള റീസൺ ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അല്ലേ? അപ്പൊ അത് പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ടാ തോന്നിയിട്ടുണ്ടോ? എന്തായിരുന്നു എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത്? ഒന്നാമത്തെ കാര്യം നമുക്ക് ടൈം കുറെ ലാഭമാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ ആ ക്ലാസ് കാണാം. നമുക്കൊരു മൂഡ് ഉണ്ടാകുമ്പോൾ ആ ക്ലാസ് കാണാം. പക്ഷെ ക്ലാസ് പെൻഡിങ് ആക്കി വെക്കരുത്. ഡെയിലി ഉള്ള ക്ലാസ് അന്നു കണ്ടുപോകും. അതെ അല്ലെ? അല്ല, ഈ ടൈം കുറെ ലാഭം എങ്ങനെയാണ് ടൈം ലാഭമാണ്? പോയി ഓഫ്ലൈൻ ക്ലാസ് ആകുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മള് വീട്ടിൽ തന്നെ ആയതുകൊണ്ട് അങ്ങനെ ടൈം ലോസ് ആവില്ല. ഓക്കെ, അതാണ് അസലിനുണ്ടായ ബെനിഫിറ്റ് അല്ലേ? അപ്പൊ ഈ ഓൺലൈൻ ആകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലാണ് അല്ലേ? വീട്ടിലാകുന്ന സമയത്ത് നമുക്ക് മറ്റു ക്ലാസ്സുകളും കാണാം, മറ്റു ചാനലുകൾ, ഹിന്ദി ചാനലുകൾ, ഇംഗ്ലീഷ് ചാനലുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ എന്തെങ്കിലും ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു? അല്ല സൈലത്തിന്റെ ക്ലാസ് മാത്രമാണോ കണ്ടേ? ഫസ്റ്റില് എന്റെ ഫ്രണ്ട്സ് എനിക്ക് റെക്കമെൻഡ് ചെയ്ത് ഫിസിക്സ് വാല അങ്ങനെ നോർത്ത് ഇന്ത്യൻസിന്റെ കുറച്ച് ക്ലാസ് കാണാൻ നല്ല ക്ലാസ് ആണ്. വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഞാൻ അത് കണ്ടു നോക്കി. അപ്പൊ അത് കണ്ടു നോക്കിയപ്പോ നമ്മളെ ധീര ബാച്ചിലുള്ള ഏകദേശം അതേ സാധനം, കുറെ അതേ അതിലുള്ള ഷോർട്ട് കട്ട്സ് ധീര ബാച്ചിൽ പറയുന്നുണ്ട്. അങ്ങനെ അതേ സെയിം ഇതായോണ്ട് പിന്നെ ഫിസിക്സ് വാലന്റെ അതേ മെറ്റീരിയൽ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ സൈലത്തിന്റെ ക്ലാസ് മാത്രമായിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് പോയി അല്ലെ? പിന്നെ അപ്പൊ അടുത്തത് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മെറ്റീരിയലും അല്ലെങ്കിൽ DPPs, മൈൻഡ് മാപ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹെൽപ്ഫുൾ ആയി. മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയൽ. കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ എത്ര വലിയ ക്വസ്റ്റ്യൻ ഇനി തീർന്നു തോന്നില്ല, അത്ര ക്വസ്റ്റ്യൻ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല അല്ലെ? പിന്നെ അതല്ലാതെ തന്നെ മിഷൻ 99 അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് കുറെ DPP ആയിട്ടുണ്ട്. മിഷൻ 99 ഹെൽപ്ഫുൾ ആയിരുന്നു. യെസ്, അതല്ല ഈ കഴിഞ്ഞ ജെയ്ക്ക് ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു മിഷൻ 99 ഇപ്പൊ ഒരു സ്റ്റുഡന്റ് റിപ്പീറ്റ് ചെയ്യാതെ +2 കഴിഞ്ഞിട്ട് മിഷൻ 99 മാത്രം കണ്ടാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ കഴിഞ്ഞു. ഫസ്റ്റത്തെ ജെഇ കഴിഞ്ഞപ്പോൾ മനസ്സിലായി മിഷൻ 99 ഇത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് കഴിഞ്ഞ ഒരു ജാസിർ എന്ന് പറഞ്ഞ കുട്ടിയുടെ വീഡിയോ നമ്മുടെ സെയിം ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൊ മിഷൻ 99 എന്ന് പറഞ്ഞാൽ നമ്മള് അല്ലെ സിമ്പിൾ ആയിട്ടുള്ള പിന്നെ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഐ നമ്പർ GIBs കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. GIB ഹെൽപ്ഫുൾ ആയിരുന്നു. അത് എങ്ങനെ വെച്ചാൽ ജെയിന്റെ അതേ പാറ്റേൺ ആണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ നമുക്ക് ജെഇ എക്സാം എഴുതാനായിട്ട് മുമ്പ് കുറെ ജെഇ എക്സാംസ് നമ്മൾ എഴുതുന്നുണ്ട്. ജെഇ അല്ലാത്ത ജെഇ എക്സാംസ് നമ്മൾ എഴുതുന്നുണ്ട്. അതേ പാറ്റേണിൽ അതേ മോക്ക് ടെസ്റ്റ് പോലെയുള്ള എക്സാംസ് എഴുതുന്നുണ്ട് അല്ലേ? അപ്പൊ ടൈം മാനേജ്മെന്റ് ഒക്കെ ഈസി ആവും. അറ്റ്മോസ്ഫിയർ അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഹസിന്റെ സ്റ്റഡി സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? ഞാൻ ഒരു രാത്രി ഒക്കെ പഠിക്കുന്ന ഒരാളാണ്. രാവിലെ അങ്ങനെ നേരത്തെ നീച്ച് പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഓൺലൈൻ ചൂസ് ചെയ്തതും. എനിക്ക് എന്റെ കംഫർട്ടിൽ പഠിക്കാൻ. എല്ലാരും അങ്ങനെ പഠിക്കണം എന്നാണോ? അല്ല, ഓരോരുത്തർക്കും ഓരോ, അതായത് ഓരോ അവരുടെ കംഫർട്ട് അനുസരിച്ചിട്ട് പഠിച്ചു മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഹസലിന്റെ അഭിപ്രായം അല്ലെ? ഇനി ഒരുപാട് കുട്ടികൾ ജെഇ എക്സ്പീരിയൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അവരോട് ഹസലിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ? ഞാൻ ജെഇ സെക്കൻഡ് സെക്ഷൻ എഴുതിയപ്പോ ഒരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ ഫിസിക്സ് കെമിസ്ട്രി കഴിഞ്ഞിട്ട് മാത്സിലേക്ക് കടന്നപ്പോൾ എനിക്ക് മാത്സിൽ ഒരു ക്വസ്റ്റ്യൻ ഡിറ്റർമിനന്റ് ക്വസ്റ്റ്യൻ ആയി. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഈസി ലെങ്ത് ഇല്ലാത്ത ക്വസ്റ്റ്യനാണ് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ചെയ്തു പോയപ്പോൾ പൗദ്യത്തിപ്പോൾ മനസ്സിലായത് നല്ല ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ഉപേക്ഷിച്ച് പോകേണ്ടത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തല്ലേ കുറച്ചുകൂടി ചെയ്യാൻ വിചാരിച്ച് നോക്കിയപ്പോൾ ഫുള്ള് ചെയ്ത് കഴിഞ്ഞ് എവിടെയോ ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് പറ്റി. ആൻസർ ഓപ്ഷനായിട്ട് എനിക്ക് കിട്ടിയ ആൻസർ ഓപ്ഷനായിട്ട് മാച്ച് ആവില്ല. ഞാനൊന്ന് പാനിക്കായി, കുറെ ടൈം അങ്ങനെ പോയി, അവിടെ കുറെ ടൈം പോയി. അതുകൊണ്ട് കുറച്ച് പാനിക്കായി. പിന്നെയുള്ള ഈസി ക്വസ്റ്റ്യൻസ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും എനിക്ക് ടഫായി തോന്നി. ഈ പാനിക്ക് വെച്ച് നോക്കുമ്പോൾ അത് ടഫ്, അതെ, ബേജാറായിട്ട് നോക്കി അല്ലേ? അപ്പൊ അതിനിപ്പോ എന്താ കുട്ടികൾക്ക് എന്താ സൊല്യൂഷൻ? ഇങ്ങനെ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യാം. ടഫ് ക്വസ്റ്റ്യൻ ഉണ്ടാകുമ്പോൾ ആദ്യം ടഫ് ക്വസ്റ്റ്യൻക്ക് പോകരുത്. അതല്ല എവിടെയാണ് നമ്മൾ ഐഡന്റിഫൈ അവിടെ ചേർക്കുക. ഓക്കെ,
അപ്പോൾ അഥവാ നമ്മൾ ആദ്യം തന്നെ ഒരുപാട് മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതണം. അപ്പൊ ആ സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് ലെങ്ത് ആണോ അല്ല ഷോർട്ട് ആണോ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ഷോർട്ടിലേക്ക് പോവുക എന്നുള്ളതാണ് അതിന്റെ ഒരു സൊല്യൂഷൻ. പ്രത്യേകിച്ച് ജെഇ എക്സാമിന് ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതെ അല്ലേ, അത് വളരെ സിമ്പിൾ. അതെ അതെ, തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആണ്. എന്നെ അസലിനോട് ചോദിക്കാനുള്ളത്, അസലിനെ പോലെ ഒരുപാട് കുട്ടികളുണ്ടാവും, അതായത് +1 +2 പിന്നെ പഠിക്കുന്ന സമയത്ത് ജെയിനെ കുറിച്ച് അറിയാതെ അല്ലെ. അപ്പൊ അത് ആ ഒരു സിറ്റുവേഷനെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. സ്റ്റിൽ അങ്ങനത്തെ കുട്ടികളുണ്ടാവും, അവർ കൺഫ്യൂഷൻ ഇരിക്കുന്നുണ്ടാവും, ഏത് ജെയ്ക്ക് റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ, ഒരു വർഷം വേസ്റ്റ് ആവോ. അപ്പൊ അവർക്ക് ഇതേപോലെ തന്നെ ഒരുപാട് ഡിമോട്ടിവേഷൻ കിട്ടുന്നുണ്ടാവും, വേണ്ട റിപ്പീറ്റ് ചെയ്യണ്ട വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെയുള്ള കുട്ടികളോട് ഹസലിന് എന്താ പറയാനുള്ള? തീർച്ചയായും ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മളൊരു വർഷം റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ +1 +2 ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഒന്ന് സബ്ജക്റ്റ് ഒന്ന് സ്ട്രോങ് ആക്കാണ്. അത് നല്ല കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാന്നതിലുപരി ഇനി നമ്മൾ പോണത് എഞ്ചിനീയറിംഗിലേക്കാണ്. അപ്പോൾ അവിടെ ഈ +1 +2 ബാക്കിയാണ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇവിടെ സെറ്റാക്കിയാൽ ഈ ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് +1 +2 കൺസെപ്റ്റ് സെറ്റാക്കിയാൽ അവിടെ നമുക്ക് ഈസി ആയിട്ട് പോവാം. ഓക്കെ, അപ്പൊ മക്കളെ, അസല് അവസാനമായിട്ട് പറഞ്ഞത്, നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന കുട്ടികളാണെങ്കിൽ കൺഫ്യൂഷനൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തുക. കാരണം നമുക്ക് ബെസ്റ്റ് ക്യാമ്പസിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ +1 +2 കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ആ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് എഞ്ചിനീയറിങ്ങിനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യാനൊക്കെ അതെന്താണ് ഹെൽപ്ഫുൾ ആണ്, വെരി മച്ച് ഹെൽപ്ഫുൾ ആണ്. അതാണ് അതിൽ അവസാനം പറഞ്ഞു നിർത്തിയത്. കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ പാസ്റ്റ് എന്തായിക്കോട്ടെ, നിങ്ങൾ +1 +2 മാർക്ക് ഇല്ലാത്ത കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ മാർക്ക് ഉണ്ട് സാർ പക്ഷേ ഇതേപോലെ തന്നെ മാരത്തോണുകൾ കണ്ടിട്ട് പിന്നെ അവസാന നിമിഷം പഠിച്ചിട്ട് വല്ല കോൺസെപ്റ്റ് ഒന്നും അറിയാതെയാണ് ഞാൻ +2 പാസ്സായത് എന്നുള്ള കുട്ടികളായിക്കോട്ടെ, നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ വിത്ത് അസ്. ഓക്കെ, നിങ്ങൾ ഏത് ലെവലുള്ള കുട്ടികളാണെങ്കിലും നിങ്ങളുടെ ബെസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സൈലത്തിൻ്റെ ടീച്ചേഴ്സും അതോടൊപ്പം തന്നെ സൈലത്തിൻ്റെ സിസ്റ്റവും നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് നമ്മുടെ ഹസിലിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സോ നമുക്ക് പിന്നെ ബെസ്റ്റ് ഡിസിഷൻ എടുക്കുക, നിങ്ങളുടെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ആവുന്ന ഒരു ഡിസിഷൻ ആവട്ടെ ഇത് എന്നാശംസിച്ച് ഞങ്ങൾ സൈൻ ഓഫ് ചെയ്യുന്നു.